എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ്? മരുഭൂമിയിലൊരു ഓണം, അതൊരു ഭാഗ്യ. മറുനാട്ടുകാർ പ്രത്യേകിച്ചും മക്കത്തുനിന്ന് ഒരു ഓണസദ്യ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർ സ്ഥാപനം പാനൂർ. ഭക്ഷണത്തിനെ കുറിച്ച് വെറുതെ പറയുന്നില്ല, അൽഹംദുലില്ലാ എല്ലാം ടേസ്റ്റ് അല്ലേ. 10-23 തരം വിഭവങ്ങളുണ്ട്. പഴം, പായസം, പപ്പടം, തോരൻ, അച്ചാർ തന്നെ 3 തരം എല്ലാം ഉണ്ടായിരുന്നു. നല്ല റാഹത്തായി. സലീംക ഫുഡ് എങ്ങനെയുണ്ട്? മസാല കൊള്ളാം, അടിപൊളിയാ. മക്കത്തിപ്പം 2ാമത്തെ സദ്യയാണ് കഴിക്കുന്നത്. അൽഹംദുലില്ലാ ഒരു നാട്ടിലെ നമ്മുടെ നാടൻ സദ്യയുടെ ഒരു ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. കറികളെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ സൂപ്പറാണ്. നല്ല സദ്യ. മക്കത്ത് കിട്ടാവുന്നതിൽ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ടോപ്പ് സദ്യ എന്ന് തന്നെ പറയാം. അടിപൊളി, നല്ല സദ്യ. ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മക്കാരാണ്. പാനൂര് ഫുഡ് കഴിക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ട് സദ്യ? സദ്യ കുഴപ്പമില്ല, അടിപൊളിയാണ്. നാട്ടിലെ ടേസ്റ്റിന്റെ അത്ര ആ ഒരു ഇത് ഫീൽ കിട്ടുന്നുണ്ടോ? എന്നാലും നമ്മളെ പ്രവാസത്തിൽ കിട്ടുന്ന രീതിയിലൊക്കെ അനുസരിച്ച് അടിപൊളിയാണ്. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് നമ്മുടെ പാനൂരത്തെ ഫുഡ്? അടിപൊളിയാണ്, സൂപ്പർ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, സൂപ്പർ ഹാപ്പി. താങ്ക് യു. ബുദ്ധിമുട്ടാക്കില്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ട് 2 വരി പാട്ട് പാടുമോ? ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം സഹോദരങ്ങളെ. മക്കത്താണുള്ളത്. ഹാപ്പി ഹൈവ് എന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ചാനലിൻ്റെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന, ഒരുപാട് വിഭവങ്ങൾ നൽകുന്ന ചാനലിൻ്റെ സാരഥികളോടൊപ്പമുള്ളത്. അപ്പോൾ ഇവിടെ യാദൃശ്യമായിട്ട് മക്കത്തെ കണ്ട് പരിചയപ്പെട്ടാണ്. ഒരു 4 വരി പാടാൻ പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടി 4 വരി നിങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധ മക്കാഹറമിൻ്റെ മുറ്റത്ത് മുല്ലപ്പൂ പോലെ ജനകോടികൾ, അതിലൊരു പൂവായി പാപിക്കുമിടമേകിയ രാജാതിരാജ നിന്നിൽ സ്തുതികൾ, രാജാതിരാജ നിന്നിൽ സ്തുതികൾ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. താങ്ക് യു താങ്ക് യു താജുക. താങ്ക് യു വെരി മച്ച്.